السلام عليكم ورحمة الله وبركاته. الصلاة والسلام على أشرف المرسلين وعلى آله أجمعين أما بعد. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാർ, എന്നെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കൾ, വിധികർത്താക്കൾ, മഹല്ലറ ആർട്സ് ഫെസ്റ്റിൻ്റെ നിറവേദിയിൽ അല്പം നേരം നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും ഇൻഷാ അല്ലാഹ്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ കേരള ഉലമ ആക്ടിവിസം സ്വാധീനം എന്ന വിഷയം എന്തുകൊണ്ടും ഈ കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധമായ വിഷയം തന്നെയാണ്. 1926 സ്ഥാപിതമായ കേരള ജമഈയത്തുൽ ഉലമ കേരള മുസ്ലിം നവോത്ഥാനത്തിൽ നിർവഹിച്ച പങ്ക് ഒരിക്കലും ചെറുതല്ല. മതബോധം പ്രകടിപ്പിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മതസ്ഥാപനങ്ങളും ആരംഭിക്കുകയും സമൂഹത്തിലെ തെറ്റായ രീതികളും ആശയങ്ങളും തിരുത്തി അത് ശരിയായ രീതിയിൽ അത് ഇറക്കുകയും ചെയ്തു അവർ. നമ്മുടെ കൊച്ചു കേരള ചരിത്രത്തിൽ നവോത്ഥാനം വളരെ പ്രധാനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന പല വിഭാഗങ്ങളെയും നവോത്ഥാനത്തിൻ്റെ വെളിച്ചം കൊണ്ടുവന്ന മാറ്റം ചെറുതല്ല. അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ നിരവധി മാറ്റങ്ങളാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഈ മാറ്റങ്ങൾ വലിയൊരു പങ്ക് വഹിച്ച ഉലമാക്കളുടെയും പണ്ഡിതന്മാരുടെയും ആക്ടിവിസം എന്നതാണ്. അവർ മതബോധവും വിദ്യാഭ്യാസവും സാമൂഹിക പുരോഗതിയും ഒരുമിച്ച് കൊണ്ടു നടന്നു. മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ നവോത്ഥാനത്തിൻ്റെ മുമ്പ്, അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെയും 20-ാം നൂറ്റാണ്ടിൻ്റെയും തുടക്കത്തിൽ കേരള മുസ്ലിം സമൂഹം പല വിധത്തിൽ പിന്നോക്കം നിന്നിരുന്നു. സാമ്പത്തികമായ ദാരിദ്ര്യതയും വിദ്യാഭ്യാസ കുറവും സമൂഹത്തിൻ്റെ ഇടയിൽ അജ്ഞതയും അന്ധവിശ്വാസവും തുടങ്ങിയ പല കാര്യങ്ങളും അന്ന് മുസ്ലിം സമൂഹത്തിന് ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ജീവിച്ചു പോയിരുന്ന നമ്മുടെ ഈ മുസ്ലിം സമുദായം രാഷ്ട്രതലത്തിൽ പങ്കാളിത്ത കുറവ് എന്നത് വലിയൊരു വിഷയം തന്നെയായിരുന്നു. ഉലമാക്കളുടെ ആക്ടിവിസത്തിൽ വന്ന ഒരു 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ഇൻഷാ അല്ലാഹ്. മതബോധവും ആത്മനേതൃത്വവും. ഉലമാക്കൾ മതബോധം വളർത്തിയെടുത്തു. ഖുർആൻ ഹദീസ് അടിസ്ഥാനത്തിൽ ശരിയായ ജീവിതപാതയിൽ പിന്തുടർന്ന സമൂഹത്തെ പ്രചരിപ്പിച്ചു. വിദ്യാഭ്യാസ പുരോഗതി. അറബിക് കോളേജുകളും മദ്രസകളും നവീകരിക്കുകയും സ്കൂൾ കോളേജ് അതുപോലെ തന്നെ മതസ്ഥാപനങ്ങളിൽ മുസ്ലിമീങ്ങളുടെ മക്കളെ അഡ്മിഷൻ വേഗം എടുത്തു കൊടുക്കുകയും വിദ്യാഭ്യാസ മതപരമായ സാധനങ്ങളിൽ ലോകത്തിന് മാതൃക നൽകുകയും ആ കാലത്തെ ആക്ടിവിസത്തിന് സാധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.